നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജൂൺ മാസത്തിൻ്റെ എക്സാമിനേഷൻ കലണ്ടർ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരുന്നതാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, യൂണിവേഴ്സിറ്റി LGSൻ്റെയൊക്കെ എക്സാം ഡേറ്റുകൾ അല്ലേ. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഭാഗ്യമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ നിർഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നമ്മുടെ ജൂൺ മാസത്തിൽ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSൻ്റെ എക്സാമിനേഷൻസ് ഒന്നും നിലവിൽ കേരള PSC ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ജൂൺ മാസത്തിലും എക്സാമിനേഷൻ ഉണ്ടാവത്തില്ല എന്ന് തന്നെ 100% ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകളെല്ലാം നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. ആ കാര്യത്തിലും ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ജൂൺ മാസത്തിൽ ഏതൊക്കെ പരീക്ഷകളാണ് കേരള PSC ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ ഒരു PDF ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ്റെ കാറ്റഗറിയുടെ ഭാഗം എന്ന് വെച്ചാൽ ഇവിടെ എക്സാമിനേഷൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്ത് സിലബസ് എന്ന് പറഞ്ഞൊരു ടേബിൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതിൽ ഈ സിലബസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന എക്സാമിനേഷൻസ് ഏതൊക്കെയെന്ന് ചോദിക്കാനാണെങ്കിൽ ആദ്യം നടക്കാനായിട്ട് പോവുക നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാട്ടമി എന്ന് പറയുന്ന എക്സാമിനേഷൻ്റെതാണ്. അതിനുശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്കോളജി ഫിലോസഫി എന്ന് പറയുന്ന മറ്റൊരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഡെപ്യൂട്ടി എഞ്ചിനീയറിൻ്റെ എക്സാമിനേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ, അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ തന്നെ മറ്റൊരു എക്സാമിനേഷൻ വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനേഷൻ കേട്ടോ, ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ICDSൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഈ ജൂൺ മാസത്തിനകത്താണ്. നമുക്കറിയാം 2-ാം തീയതിയാണ്, ഫ്രൈഡേ ജൂൺ 2-ാം തീയതിയാണ് ആ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ ട്രെയിനിങ് ഓഫീസർ ഇൻ ഡെവലപ്മെന്റ്, നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രെയിനിങ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് 2-ാം തീയതി. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പാത്തോളജി, ഇൻസ്ട്രക്ടർ ഓഫ് കൊമേഴ്സ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഓഫ് സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ്, അതുപോലെ തന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട്. ലാംഗ്വേജ് ടീച്ചറിന്റെ ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ഈ കാണുന്ന എല്ലാം ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻ ആണ് ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ വേറെ വരുന്ന എക്സാമിനേഷൻസ്, ഈ സ്ക്രോൾ ഡൗൺ ചെയ്ത് കളയുന്നതെല്ലാം ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻ ആണ്. ഇതെല്ലാം നടക്കാനായിട്ട് പോവുക 2-ാം തീയതിയാണ്. എനിക്കിവിടെ ഡേറ്റും കാണാനായിട്ട് കഴിയും. 2-ാം തീയതിയാണ് ഈ ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻസ് എല്ലാം നടക്കാനായിട്ട് പോവുക 2-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻ ആണ് ഞാൻ ഈ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മറ്റൊരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷനും ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് 3-ാം തീയതിയാണ്. 3-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെയാണ് മെയിൻസ് എക്സാമിനേഷൻ 3-ാം തീയതി നടക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഫോറൻസിക്കിലേക്കുള്ളത്, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ തന്നെ മറ്റൊരു എക്സാമിനേഷൻ 4-ാം തീയതി നടക്കുന്നുണ്ട്. ബാക്കി വരുന്നതൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിന്റെ എക്സാമിനേഷൻ, സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ 4-ാം തീയതി നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻസ് ആണ് വീണ്ടും വരുന്നത്. ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന എല്ലാം ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻ ആണ് 5-ാം തീയതി നടക്കാൻ പോകുന്നത്. ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നതെല്ലാം ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻ ആണ്. പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ക്യാഷർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിനേഷൻ 6-ാം തീയതി നടക്കാനായിട്ട് പോകുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. മെഡിക്കൽ ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷൻസ്, അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലൈബ്രറിയൻ ഗ്രേഡ് 4 എന്നീ തസ്തികകളുടെ എക്സാമിനേഷനും എന്ത് ചെയ്യുന്നുണ്ട് 7-ാം തീയതി നടക്കുന്നുണ്ട്. ഈ കാണുന്ന എല്ലാം ലൈബ്രറിയൻ ഗ്രേഡ് 4-ൻ്റെതാണ്. പിന്നെ വെറ്റിനറി സർജൻ എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് 2-ൻ്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ സീനിയർ സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞിരുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ 8-ാം തീയതി നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ഗ്രേഡ് 2-ൻ്റെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാമിനേഷൻ 9-ാം തീയതി നടക്കുന്നുണ്ട്. ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ എക്സാമിനേഷൻസ് 9-ാം തീയതി നടക്കുന്നുണ്ട്. LP സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ 9-ാം തീയതി നടക്കുന്നുണ്ട്. ഇതെല്ലാം LP സ്കൂൾ ടീച്ചറിൻ്റെതാണ്. ഈ പിങ്ക് കളറിൽ കാണിക്കുന്ന എല്ലാം LP സ്കൂൾ ടീച്ചറാണ്. ഡെപ്യൂട്ടി മാനേജറിന്റെ എക്സാമിനേഷൻ
എക്സാമിനേഷൻ വരുന്നുണ്ട്, സീനിയർ ഇൻസ്പെക്ടർ ലീഗൽ മെട്രോളജിയുടെ എക്സാമിനേഷൻ വരുന്നുണ്ട്, അഗ്രോണമിസ്റ്റിന്റെ എക്സാമിനേഷൻ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, സയന്റിഫിക് അസിസ്റ്റന്റ്, ജൂനിയർ ആസേ മാസ്റ്റർ ഇൻ ലീഗൽ മെട്രോളജി, ലബോറട്ടറി ടെക്നീഷ്യൻ ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്, പിങ്ക് കളറിൽ കാണിക്കുന്ന എല്ലാം ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് തമിഴ് നോയിങ്ങിന്റെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇത് നടക്കാനായിട്ട് പോവുക 13-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ട് പോവുക 13-ാം തീയതിയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിന്റെ മെയിൻസ് എക്സാമിനേഷൻ നടക്കാൻ പോവുക 14-ാം തീയതിയാണ്. മോട്ടോർ മെക്കാനിക്കിന്റെ എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ, ഡ്രാഫ്റ്റ്മാൻ, എഞ്ചിനീയർ, അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയർ അസിസ്റ്റന്റ്, ഓവർസിയർ, അങ്ങനെയുള്ള തസ്തികകളുടേത് ട്രേഡ്സ്മാൻ എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം സ്പെഷ്യൽ കാറ്റഗറീസിന്റെ എക്സാമിനേഷൻ ആണ്, അതാണ് ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങ് പോകുന്നത്. പിന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജൂൺ മാസത്തിൽ നടക്കുന്നുണ്ട്. നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്, ഡെപ്യൂട്ടി മാനേജറിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്, നോൺ വൊക്കേഷണൽ ടീച്ചർ, ഈ പിങ്ക് കളറിലുള്ള എല്ലാം നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ളതാണ്. LD സ്റ്റെനോയുടെ എക്സാമിനേഷൻ, ഡിഗ്രി ലെവൽ മെയിൻസ് LD സ്റ്റെനോ 23-ാം തീയതി നടക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ അധ്യാപക പരീക്ഷകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ട്രാക്ടർ ഡ്രൈവർ ഉണ്ട്, അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ ഉണ്ട്, ഡിഗ്രി ലെവൽ മെയിൻസിന്റെ തന്നെ പോലീസ്, ആംഡ് പോലീസ്, സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ആംഡ് പോലീസ്, സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ 30-ാം തീയതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി എഞ്ചിനീയറിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തസ്തികകളാണ് ഈ ഒരു ജൂൺ മാസത്തിനകത്ത് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൺ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS എന്നീ തസ്തികകൾക്കൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല, എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും എക്സാമിനേഷൻ ഡേറ്റ് വന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ടും സിവിൽ പോലീസിനും IRBക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാനായിട്ട് മറക്കരുത്. ഈ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.